ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൻ്റെ വിങ്ങലാണിന്ന് പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏവരെയും ഓർത്തുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങും. ലോകത്തിലേക്ക് വച്ച് ഏറ്റവും മനോഹരമായ പ്രദേശമാണ് കാശ്മീർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാശ്മീരിലെ തന്നെ പഹൽഗാം അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണത്. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ അവിടെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മലയാളിയും അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവില്ല. മാധ്യമ റിപ്പോർട്ട് പ്രകാരം അവിടെ സൈനിക വേഷത്തിൽ പാഞ്ഞെടുത്ത തീവ്രവാദികളാണ് വെറും സിവിലിയൻസിന് നേരെ, അവിടെ കാഴ്ചക്കാരെത്തിയ അവിടുത്തെ പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ സിവിലിയൻസിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. അതും ജാതി ചോദിച്ചുകൊണ്ട്, എന്താണ് നിങ്ങളുടെ ജാതി എന്ന് ചോദിച്ചുകൊണ്ട് നിറയൊഴിക്കുകയായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടുത്തെ ജനങ്ങളാകട്ടെ വളരെയധികം ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തോടുകൂടി ജീവിച്ചതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓണക്കാലമാകുമ്പോൾ പങ്കിടുന്ന പായസത്തിൻ്റെ മധുരമുള്ള സ്നേഹം, പെസഹ അപ്പത്തിലും കേക്കിലും വൈനിലുമൊക്കെ ഒഴുകിയെത്തുന്ന സ്നേഹം. റംസാൻ നോയമ്പെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഞാനും. ഇത് പറയാനൊരു കാരണമുണ്ട്. മതത്തെ ടൂളായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇവിടെ ഒരു ആക്രമണം നടത്തിയിട്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്താണോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. മതത്തിന് മേലെ മനുഷ്യത്വത്തിന് ഒരു സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുന്ന, മനുഷ്യത്വത്തെ വില കൽപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവർക്കൊന്നുമില്ലേ? അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാം, അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ തരത്തിലുള്ള ചിന്തകൾ പോലും അവർക്കുണ്ടാവില്ല. ആക്രമണം അവർ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയതിന് എന്തൊക്കെ കാരണങ്ങളായിരിക്കാം? നോക്കൂ, ഇന്ന് കാശ്മീർ വളർന്നു കൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 വർഷമായിട്ട് അവിടുത്തെ ഇക്കണോമി അതിശക്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി അവിടെ ഒരു പുതിയ ജീവിതമാണ് ഓരോ കാശ്മീരിയനും, അവിടെയുള്ള കാശ്മീരിലുള്ള ഓരോ മനുഷ്യനും ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെയാണ്. അവർ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങളും അവർക്ക് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സൗജന്യവും അതുപോലെ സൗജന്യം നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്ന ഒരു വലിയ കാര്യമാണ് അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. കുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരെയും നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യയുടെ ഭാഗമാക്കി എടുക്കുക, അല്ലെങ്കിൽ മെയിൻലാൻഡ് ഇന്ത്യക്ക് കിട്ടുന്ന ഓരോ കുട്ടിക്കും കിട്ടുന്ന പരിഗണനയും അവർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ ജനങ്ങൾക്കും കിട്ടണം എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതെല്ലാം നടപ്പിലാക്കിയത്. പിന്നെ ഒരു കാര്യം ചേർത്ത് പറയട്ടെ, അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് അവിടെ സ്വീകരിച്ചത്. വിവാഹം കഴിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് വിവാഹം കഴിച്ച് അയക്കപ്പെടുകയാണെങ്കിൽ അവരുടെ സ്വത്തിന് മേലുള്ള അധികാരം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതായത് അവർക്ക് അവിടെ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ സ്വത്തിൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല, ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവിടെ നടന്നു. ആർക്ക് വേണമെങ്കിലും, അതായത് കാശ്മീരിന് പുറത്തുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ സ്ഥലം വാങ്ങാനും വിൽക്കാനുമൊക്കെ സാധിക്കും. അതുപോലെ തന്നെ അപ്പോൾ എന്താ സംഭവിച്ചത്? വ്യവസായം വളർന്നു, ടൂറിസം വളർന്നു, അവിടെ പുതുതായി ഹോട്ടലുകൾ വന്നു, ആളുകൾക്ക് എല്ലാവർക്കും ജോലി ലഭിച്ചു, അങ്ങനെ ഇക്കണോമി ശക്തമായി. ഇതൊക്കെ ചൊടിപ്പിച്ചത് ആരെയാണ്? ഭീകരരെയാണ്. അവർക്ക് അവിടെയുള്ള ഒരു സ്ഥാനം ഇല്ലാതായി മാറി, അവിടെയുള്ള പിന്തുണ ഇല്ലാതായി മാറി. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അവിടുത്തെ ലോക്കൽസ് എല്ലാം തന്നെയും, അതായത് അവിടുത്തെ സാധാരണ എല്ലാ വ്യക്തികളും നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് ചെറിയ ചെറിയ വിവരങ്ങൾ, ഇതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള ഭീകരരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യവും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഇവരോട് പറയുന്നതിനുള്ള ഒരു
അത്രയ്ക്കും ആ ലോക്കൽസിന് അല്ലെങ്കിൽ അവർക്കത് വേണ്ട, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇനി കാശ്മീരിൽ വേണ്ട എന്നുള്ള രീതിയിൽ അവർ എല്ലാ കാര്യങ്ങളും ഇവരിലേക്ക് എത്തിക്കുന്ന ഒരു പതിവ് കൂടി അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇതിപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ സെൻസിബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സോ ഇതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കരുത്തും ബുദ്ധിയും ക്ഷമയുമുള്ള വ്യക്തികളാണ് നമ്മുടെ ഭരണതലത്തിൽ ഇന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചടിക്കുക തന്നെ ചെയ്യും, തിരിച്ചടിക്കുക തന്നെ വേണം. അത്രയും ഹീനമായ, അത്രയും അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് പട്ടാളക്കാർക്ക് നേരെയല്ല, നമ്മുടെ സാധാരണ പാവം സിവിലിയൻസിന് നേരെയാണ്. ഒരു പേനക്കത്തിയോ അല്ലെങ്കിൽ ഒരു തോക്കോ ഒന്നുമായിട്ടൊന്നുമല്ലല്ലോ ആരെങ്കിലും എല്ലാവരും കാഴ്ചകൾ കാണാനൊക്കെ പോകുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, അവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യക്കകത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കും. അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെ ഉണ്ടാകും. ജാതിക്കും അപ്പുറം അല്ലെങ്കിൽ ജാതിക്കും മേലെ മനുഷ്യത്വത്തിന് സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗമാണ് നമുക്കിന്നുള്ളത്. ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ വാക്കുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഈ ഒരു കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ വേണ്ടത്. മതത്തിനപ്പുറം മനുഷ്യ സ്നേഹത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടത്. അല്ലെങ്കിൽ മനുഷ്യത്വമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പോരാടണം. ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നേരിടും.